എ ബ്രേക്ക്. ഈ ടേക്ക് എ ബ്രേക്ക് കണ്ട് നിർത്തിയതാണ് ഇവിടെ വണ്ടി. അപ്പോൾ കാര്യങ്ങളൊന്നും തിരക്കിയപ്പോൾ കുറച്ച് കൗതുകം തോന്നി. ആ കൗതുകം തോന്നിയ കാര്യങ്ങൾ നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കാൻ തോന്നി. നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം. ഹലോ ചേട്ടാ, ഇവിടെ ഇങ്ങനെ ഒരു ടേക്ക് എ ബ്രേക്ക് എന്നുള്ള ഒരു ബോർഡ് കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വണ്ടി നിർത്തിയത്. അപ്പൊ കാര്യങ്ങള് ഞങ്ങൾ ഓൾറെഡി തിരക്കിയപ്പോ നമുക്ക് കുറച്ച് വിശേഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ പ്രേക്ഷകരോടും കൂടി പറയാം. ഇത് പഞ്ചായത്ത് വകയാണല്ലേ? ബ്ലോക്ക് പഞ്ചായത്ത് വകയുള്ളതാണ്. എപ്പം തൊട്ടിട്ടാണ് ഇത് തുടങ്ങിയത്? ജനുവരി 1. എന്താണ് ഇങ്ങനെ ഒരു വളരെ നല്ലൊരു, ഞാൻ ഇതുവരെ നമ്മൾ ഇതേപോലുള്ള ഒരു വിശ്രമ കേന്ദ്രം കണ്ടിട്ടില്ല. കാണാനാണെങ്കിലും നമുക്ക് ഇരിക്കുന്ന വിശ്രമിക്കാനാണെങ്കിലും അവിടെയാണെങ്കിലും വാഷ്റൂം സൗകര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പദ്ധതിയിലേക്ക് എത്താനുള്ള കാരണം എന്തായിരുന്നു? ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ഡിവിഷൻ മെമ്പർ സിറാജ് എന്ന് പറഞ്ഞ ആ മെമ്പറിന്റെ ഒരു പദ്ധതി, ഒരു പ്ലാനിലാണ് സത്യത്തിൽ വന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ രീതിയിലാണ് പദ്ധതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. മെയിനായിട്ട് ഉദ്ദേശം അവർക്ക് വാഷ്റൂം അതേപോലെയുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഷോപ്പ് കിട്ടിയത്. അതിന്റെ ക്ലീനിങ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇത് കുടുംബശ്രീയുടെ ഇതിലാണ് ചെയ്തേക്കുന്നത്. കുടുംബശ്രീയാണ് ഇവിടെ ഈ കട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കംപ്ലീറ്റ് കുടുംബശ്രീന്റെ വകയാണോ? കംപ്ലീറ്റ്. ഇപ്പൊ നമുക്ക് ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ബഡ്ജറ്റ് എത്രയായിരുന്നു? ഇത് അറിവ് ശരിയാണെങ്കിൽ ഏകദേശം ഒരു 30 ആ റേഞ്ചാണ് എനിക്ക് തോന്നുന്നത്. എത്രയായിരുന്നു? 33 ലക്ഷം. 33 ലക്ഷം. എനിക്ക് കറക്റ്റ് അല്ല, കറക്റ്റ് ഡീറ്റെയിൽസ്. ചേട്ടൻ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ഇത് ലീസിന് എടുത്തത് വാടകയ്ക്ക് എടുത്താണ്. നമ്മുടെ വൈഫിന്റെ പേരിലാണ്. വൈഫിന്റെ പേരിലാണ്. ഓക്കെ ഓക്കെ. കുടുംബശ്രീ അംഗത്തിനാണ് ഇതിന്റെ നടത്തിപ്പ് കൊടുത്തത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ മൊത്തം 30 ലക്ഷം രൂപയുടെ പണിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് ചേട്ടൻ പറയുന്നത്. പിന്നെ ഇവിടെ ഇപ്പം എത്ര ആൾക്കാരൊക്കെ വരുമ്പോ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളൊരു കമന്റ് എന്താ? നല്ല അഭിപ്രായം. കാരണം ഇത് ഇതുപോലെ എങ്ങും കണ്ടിട്ടില്ല. അതുപോലെ ബാത്റൂമിൽ കയറിയാലും അതേപോലെ കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെ എന്താ പദ്ധതി വന്നൂർ വല്ലതും ചോദിക്കുന്നത് എന്താ പദ്ധതി, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാരണം നമ്മൾ ഈ പഞ്ചായത്ത് വക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി നമുക്ക് എന്താണ് ഒരു രീതി ഉണ്ടല്ലോ. പഞ്ചായത്തിന്റെ വകയിലാവുമ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ ആണെങ്കിലും ബിൽഡിംഗ് സ്ട്രക്ചർ ആണെങ്കിലും ഒക്കെ ഒരു നോർമൽ രീതിയിലായിരിക്കും. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇത് ഒരു കഫയാണോ എന്നൊക്കെ ആയിരുന്നു ആദ്യം ചിന്തിച്ചത്. പക്ഷെ വായിച്ചപ്പോഴാണ് വിശ്രമ കേന്ദ്രം പഞ്ചായത്ത് ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ കാണുന്നത്. അപ്പം അത് ആ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിന് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്തിച്ചതും ഈ പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ തന്നെയാണ്. ബ്ലോക്ക് മെമ്പർ ആണെന്നാണ് എൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചിട്ടില്ല. ഡിവിഷൻ മെമ്പർ സിറാജ് ആണ്. അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവരും സാധനം ഇല്ലാന്ന് ഞാൻ പറയാം. പക്ഷെ എന്തോ ഇത് പറഞ്ഞാണ്. ഇതിപ്പോ കറക്റ്റ് നമുക്കിപ്പോ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇവിടേക്ക് എത്താൻ ഏത് ലൊക്കേഷൻ ആയിരിക്കും വരിക? ഇത് പെരുമ്പാവൂർ പൂക്കാട്ടുപടി റോഡ്. പെരുമ്പാവൂർ പൂക്കാട്ടുപടി റോഡ്. ഓക്കെ. ചെമ്പരക്ക് നടക്കാവുന്ന പ്രോപ്പർ സ്ഥലം. നടക്കാവുന്ന. ശരി, നടക്കാവുന്നതാണ് പ്രോപ്പർ സ്ഥലം. പിന്നെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചത് വാഷ്റൂമിലാണെങ്കിലും ക്യാഷ് കൊടുത്തിട്ട് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു, ഫ്രീ ആണെന്ന് തോന്നുന്നു. അതും എല്ലാ സ്ഥലത്തും 1 രൂപയോ 2 രൂപയോ ഒക്കെ വെക്കും. എന്താണ് അവിടെ ഫ്രീ ആയിട്ട് തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചത്? 5 രൂപ ചാർജ് ഉണ്ട് കണക്കില്, പക്ഷെ അങ്ങനെ വാങ്ങലില്ല. ആ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ ഹാൻഡിക്യാപ്പിനുള്ള ബാത്റൂം ഉണ്ട്, ഫീഡിംഗ് റൂം ഉണ്ട്, ജെന്റ്സിനും ലേഡീസിനും സെപ്പറേറ്റ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് ചെയ്തത്. ശരി എന്നാ. അപ്പം വളരെ മനോഹരമായിട്ടുള്ളൊരു വിശ്രമ കേന്ദ്രം തന്നെയാണത്. നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നിന്ന് കണ്ട് വരാം. അപ്പം ഇത് ഇവിടെ വന്ന് ആൾക്കാർക്ക് വിശ്രമിച്ച് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചായയും കാര്യങ്ങളും കുടിക്കാം. അതിനെ പറ്റിയ ഒരു ഏരിയ ആണ്. അത്യാവശ്യം ചെടികളൊക്കെ വെച്ചിട്ടുള്ള, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ തന്നെ പറ്റും. ആൻഡ് ഇവിടെ തന്നെ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്ക് അതിൻ്റെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജനുവരി 1-ാം തീയതി ആയിരുന്നു ഉദ്ഘാടനം നടന്നത്. റോഷി അഗസ്റ്റിൻ സാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അധികവും കാണാത്ത, അല്ലെങ്കിൽ ഇതേപോലത്തെ വിശ്രമ കേന്ദ്രങ്ങളിൽ കാണാത്തൊരു കാര്യമാണ് ഇതേപോലെ ഒരു ചാർജിങ് പോയിന്റ് എന്ന് പറയുന്നത്.
ഇപ്പം അത് വലിയൊരു ഇപ്പം 2 വീലറിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണ് എങ്കിൽ ചാർജ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ ഈ ചാർജൊക്കെ ചിലപ്പോൾ ഇല്ലാണ്ടായിക്കാം. അപ്പോൾ അത്രക്കാർക്ക് വളരെ ഉപയോഗമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ചാർജിങ് പോയിന്റ് എന്ന് പറയുന്നത്. അതും ഈ വിശ്രമ കേന്ദ്രത്തിൽ ഇവരിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ മരങ്ങൾ കണ്ടോ, ഇതുപോലത്തെ ഒരു 19 മരങ്ങൾ മുറിച്ചിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഈ വഴിയോരം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് അത്രയും കാലം ഇവിടെയുള്ള മരത്തിൻ്റെ ഈ ചില്ലകൾ വീണ് പൊട്ടുക, അത് ലൈനിലേക്ക് വീണിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ആൾക്കാർക്ക് ഒരുപാട് വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് ഇത് പിന്നീട് മാറുക, ഒരുപാട് തെരുവ് നായ ശല്യം ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവർക്ക് കണ്ടൊരു ശാശ്വതമായൊരു പരിഹാരം എന്ന് പറയുന്നത് ഈ മരം മുറിച്ച് മാറ്റുകയും പിന്നെ ഇവിടെ മനോഹരമായൊരു വിശ്രമ കേന്ദ്രം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് ഒരുപാട് തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഈ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും തടസ്സങ്ങളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ മരങ്ങൾ മുറിച്ച് അത് ലേലത്തിൽ വെച്ചിട്ട് സർക്കാരിന് ഏകദേശം 1.47 ലക്ഷം രൂപ സർക്കാരിലേക്ക് കൊടുക്കുകയും ബാക്കി NOCകളെല്ലാം തയ്യാറാക്കി ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു വിശ്രമ കേന്ദ്രം ഉണ്ടാക്കിയത്. ഏകദേശം 38 ലക്ഷം രൂപയിലാണ് ഇവർ ഈ മുഴുവനും പണിത് തീർത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ജെൻ സെക്ഷനും ലേഡീസുണ്ട്, അതേപോലെ ഹാൻഡിക്യാപ്ഡ് ആയവർക്കുണ്ട്, ഫീഡിംഗ് റൂമുണ്ട്. ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇതിന് മുന്നേ ഒരു പഞ്ചായത്ത് വക, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വകയുള്ള ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടോ എന്ന് അറിയില്ല. നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും ഉപകാരമുള്ള ഒരു കാര്യമാണ്, നമ്മൾ 5 രൂപ ഇട്ടാൽ നമുക്കിവിടെ നാപ്കിൻ കിട്ടും. അത് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പോകുന്ന വഴിയൊക്കെ ഇപ്പോൾ സ്ത്രീകൾക്ക് പീരിയഡ്സ് ഒക്കെ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൊരു ബുദ്ധിമുട്ട് നമ്മളിലുണ്ട്. ഇൻ കേസ് നമ്മളതിൽ ഒരു എക്സ്ട്രാ നാപ്കിൻ ഇല്ല എങ്കിലൊക്കെ അത്തരം ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ ഒരു വളരെ ഉപകാരമാണ്. അവർ കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാമല്ലോ. പല വാഷ്റൂമും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പൊതുസ്ഥലത്തെ ഒരുപാട് വാഷ്റൂമുകൾ അവിടെ തന്നെ നമുക്കൊന്ന് കയറാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അധികവും സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു വാഷ്റൂമിൽ കയറിയപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മാത്രമല്ല എല്ലാം കൊണ്ടും ഒരു സ്ത്രീ സൗഹൃദ വാഷ്റൂം തന്നെയാണ്. അത്യാവശ്യം ആൾക്കാർക്കൊന്ന് വന്നാൽ ഫോട്ടോ എടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫ്രെയിം വളരെ മനോഹരമായിരിക്കും. ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് ഈ ഒരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. ഒരു ഫോട്ടോ പിക്ക് നമുക്ക് ഇവിടുന്ന് എടുക്കാം. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവർ ഈ വഴിയോര കേന്ദ്രം, ഈ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ തുടക്ക സമയത്ത് ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇപ്പം നമുക്ക് നൽകിയിട്ടുള്ള ഒരു വിവരം. പക്ഷേ ആ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു നല്ലൊരു ഫലം തന്നെ ലഭിച്ചു എന്ന് പറയാൻ കാരണം കാണുന്നവരൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ളൊരു വിശ്രമ കേന്ദ്രം ഇതിനു മുൻപ് ഞങ്ങൾ കണ്ടിട്ടില്ല. അതൊരു പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വക ഇത്തരം മനോഹരമായിട്ടുള്ളൊരു വിശ്രമ കേന്ദ്രം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരുപാട് പദ്ധതികൾ ട്രോളായി മാറുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പം ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ ഒരു 5 ലക്ഷം കൊടുത്താൽ ആ ബസ് സ്റ്റോപ്പിന് ഒരു വൃത്തിയിൽ അവിടെ നിന്ന് ഇരിക്കാൻ പോലും പറ്റുമെന്ന് ചിലപ്പം സംശയമായിരിക്കും. പക്ഷേ അത്തരത്തിലല്ലാണ്ട് നമുക്ക് ലഭിക്കുന്ന ഫണ്ട് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, അതെങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ മനോഹരമായിട്ട് ചെയ്യാം. എന്തായാലും ഇവിടെ എത്തി ഇങ്ങനെ ഒന്ന് ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ ഈ പോകുന്ന വഴിക്ക്, ഇത് പൂക്കാട്ടുപടി റോഡാണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു റോട്ടിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമാണ്, അതുകൊണ്ടാണ് അധികം ആൾക്കാരില്ലാത്തത്. ഇവിടെ അധികവും ഈവനിങ് സമയങ്ങളിലൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വരിക എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇനി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് വിശ്രമിച്ച് നമുക്ക് പോകാം.